നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് അതിൻ്റെ പ്രചരണത്തിനായി ആശാ പ്രവർത്തകർ പോകുന്നു എന്ന വാർത്ത വളരെ നല്ലൊരു വാർത്തയാണ്. കാരണം കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അതിശക്തമായി ഉയർന്നു വന്ന ഒരു സമരമാണ് ആശാസമരം. അവരിപ്പോൾ ഒരു യാത്രയുടെ ഭാഗമായി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ മനസ്സിലാക്കുന്ന ആലപ്പുഴ ജില്ല അവർ കടന്നിട്ടുണ്ടെന്ന്. ഈ യാത്ര ആശാസമരം എന്തിനു വേണ്ടിയാണ് എന്ന് ഇന്ന് കേരളീയ പൊതുസമൂഹത്തിന് അറിയാം. എന്തൊക്കെ ക്യാപ്സ്യൂൾ വിട്ടാലും, കാരണം ഇത് കേന്ദ്രമാണ്, സംസ്ഥാനമല്ല എന്നൊക്കെ തുടങ്ങിയ ക്യാപ്സ്യൂളുകൾക്കൊന്നും ഇന്നൊരു പ്രസക്തിയില്ല. കാരണം ആശമാരെ നിയമിക്കുന്നത് ആരാണ്? ആശമാർക്ക് ഓണറേറിയം കൊടുക്കുന്ന ആരാണ്? 1000 രൂപ ഉമ്മൻചാണ്ടി കൊടുത്ത് ഞങ്ങൾ 7000 രൂപയാക്കി എന്ന് പറയുന്നവർക്ക് അത് 10000 രൂപയാക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇവരെല്ലാം കൂട്ടിക്കൊടുത്ത് കേന്ദ്രമാണ് 7000 ആക്കിയത് എന്ന് അംഗീകരിച്ചാൽ മതി. അപ്പം അതല്ല. രണ്ടാമത്തെ വിഷയം, കേരളത്തിലെ ആശാമാർ ചെയ്യുന്നത്ര പണിയും മറ്റു പല സ്ഥലത്തും ആശാമാർ ചെയ്യുന്നില്ല. പ്രത്യേകിച്ചും കോവിഡ് കാലത്ത് ഏറ്റവും നന്നായി പ്രവർത്തിച്ച ആളുകളാണ് ഈ ആശാമാർ. മൂന്നാമത്, ആശാ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗ്രാസ് റൂട്ടിൽ ബന്ധങ്ങളുള്ള ആളുകളാണ്. അവരുടെ സേവനം കിട്ടിയ വലിയൊരു സംഘം കുടുംബങ്ങൾ, സ്ത്രീകൾ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവരുന്നയിക്കുന്ന ആവശ്യം വളരെ ന്യായമാണ് എന്ന് ഭരണപക്ഷത്തെ പിന്താങ്ങുന്ന ആളുകൾ പോലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തെ ഉറച്ചു പിന്താങ്ങുന്ന നിരവധി ആളുകൾ അത് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ന്യായമായൊരു ആവശ്യമാണ്. എന്തുകൊണ്ട് അവരെ പരിഗണിക്കുന്നില്ല? കാരണം സമരം ചെയ്യുന്നത് ഞങ്ങളുടെ യൂണിയൻ അല്ല എന്നത് മാത്രമാണ് അതിന് കാരണം, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഈ സമരത്തിൽ ഉന്നയിക്കപ്പെടുന്ന നിരവധി വിഷയങ്ങൾ, ഒന്ന് സർക്കാരിൻ്റെ ധൂർത്ത്, അനാവശ്യമായ ചിലവുകൾ. ഇപ്പോൾ 100 കണക്കിന് കോടി രൂപയാണ് വാർഷികത്തിന് വേണ്ടി ചെലവാക്കിയത്, അത് നമുക്കറിയാം. ഹെലികോപ്റ്റർ വാങ്ങി ഒരിക്കലും ഉപയോഗിക്കാതെ പൂട്ടിയിട്ടതിന് കൊടുത്തത് അനേക കോടികളാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ. ഇപ്പൊ PSC മെമ്പർമാരുടെ ശമ്പളം എത്രയോ കൂട്ടിക്കൊടുത്തു, ഒരു കുഴപ്പമില്ല. KV തോമസിന് അലവൻസ് 5 ലക്ഷം രൂപ കൂട്ടിക്കൊടുത്തു, അതും ഒരു പ്രശ്നമല്ല. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗം, ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന വിഭാഗം, അത് ആശാ വർക്കർമാരാണ്. അവർ തൊഴിലാളികളായിട്ട് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചുല്ലോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. കേരള സർക്കാർ അവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കുന്നുവോ? അവർക്ക് വിരമിക്കൽ ആനുകൂല്യം കൊടുക്കുന്നുവോ? വിരമിക്കൽ ആനുകൂല്യം വളരെ കൃത്യമായും പല സംസ്ഥാനം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പശ്ചിമ ബംഗാൾ 5 ലക്ഷം രൂപയാണ് വിരമിക്കൽ ആനുകൂല്യം. പോണ്ടിച്ചേരിയിൽ 18,000 രൂപയായി അവരുടെ ഓണറേറിയം ഉയർത്തി. മറ്റു പല സംസ്ഥാനങ്ങളും അത് ചർച്ചയ്ക്ക് തയ്യാറായി. കേരളത്തിലെ സ്ഥിതി എന്താ? ഞങ്ങളുടെ യൂണിയൻ അല്ല സമരം ചെയ്യുന്നത് എന്നതുകൊണ്ട് അവരുമായി സാർത്ഥകമായ ഒരു ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറല്ല. ചർച്ചയ്ക്ക് വിളിച്ചിട്ട് സമരം നിർത്തിക്കൊള്ളാനാണ് പറയുന്നത്. അങ്ങനെയാണോ? മാത്രമല്ല, മുഖ്യമന്ത്രി പറഞ്ഞ വളരെ അപകടകരമായ ന്യായമുണ്ട്. സമരത്തിലൂടെ ഒന്നും നേടാമെന്ന് വിചാരിക്കേണ്ട. ആരായി പറയുന്നത്? കേരളത്തിലെ തൊഴിലാളികളും കർഷകരും സാധാരണ ജനങ്ങളും സമരത്തിലൂടെയാണ് ഇത് മുഴുവൻ നേടിയിട്ടുള്ളത്. വഴി നടക്കാനുള്ള അവകാശം മുതൽ കൂലി ചോദിക്കാനുള്ള അവകാശം വരെ നേടിയിട്ടുള്ളത് സമരത്തിലൂടെയാണെന്ന് അറിയാത്തൊരു മുഖ്യമന്ത്രിയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സമരത്തിൽ വരണ്ട എന്ന ന്യായമാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായൊരു ജനവികാരം ഉയർന്നു വരുന്നുണ്ട്. സാധാരണഗതിക്ക് തെരഞ്ഞെടുപ്പുകൾ ഇത്തരം വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു വിഭാഗം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട് എന്ന് പറയാം. മാത്രവുമല്ല, സ്വരാജ് ജയിച്ചാൽ അത് LDF 3 ആകും എന്ന് പറഞ്ഞാൽ 1-നും 2-നുമുള്ള അംഗീകാരമാകും എന്ന രൂപത്തിലൊരു പ്രചരണം നടക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും LDF സ്ഥാനാർത്ഥി ജയിക്കരുത് എന്ന് പറയാനുള്ള അവകാശം ആശാ വർക്കർമാർക്കുണ്ട്. അതിനെ അപഹസിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. കാരണം ജനാധിപത്യത്തിൽ അങ്ങനെയാണ്, ഓരോരുത്തരും അവനവന്റെ കാര്യങ്ങൾ പറയാനുള്ള അവസരമാണ് തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് കാലത്തല്ലേ രാഷ്ട്രീയക്കാർ നമ്മൾ പറഞ്ഞാൽ കേൾക്കുള്ളൂ, അല്ലെങ്കിൽ അവർ കേൾക്കൂല്ലോ, ശ്രദ്ധിക്കൂലല്ലോ. ഇപ്പൊ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്ത് ഇപ്പോൾ സച്ചിദാനന്ദനെ പോലുള്ള ആളുകൾ വരെ അംഗീകരിച്ച ആശാ സമരം, ആ സമരത്തിന് അവരോട് മാന്യമായി ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് അവരാവശ്യപ്പെടുന്ന 21,000 പറ്റില്ല. നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ നിങ്ങൾ എഴുതി വെച്ച 21,000 അവർ ചോദിക്കുന്നത്, അത് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ഞങ്ങളിപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, ഞങ്ങളൊരു തുക കൂട്ടിത്തരാമെന്ന് പറയുക. മാത്രമല്ല, സമരം ആരംഭിച്ചതിന് ശേഷം ഒരു കമ്മിറ്റിയെ വെക്കുക. എന്നാൽ സമരം ആരംഭിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് കമ്മിറ്റിയെ വെക്കുന്നത്. കമ്മിറ്റി ആദ്യം വെച്ചൂടെ? ഒരു സമരം തുടങ്ങാൻ വരുമ്പോൾ ഞങ്ങളൊരു കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്, 3 മാസത്തിനകത്ത് നിങ്ങൾക്ക് ബലം തരും. അപ്പൊ ഈ കമ്മിറ്റിയെ വെച്ച് സമരം കൊണ്ടാന്നുള്ള കാര്യം ഉറപ്പാണ്. ഇൻസെന്റീവിന്റെ പല കണ്ടീഷനും മാറ്റിയത് സമരം കൊണ്ടാന്ന് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് സമരം കൊണ്ട് ഫലമില്ല എന്ന് മുഖ്യമന്ത്രി പറയരുത്, പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രി. തീർച്ചയായും അത് പറയണം എന്നുള്ള ആവശ്യം
അവിടെ പറയാൻ, നിലമ്പൂരിൽ പറയാൻ ആശാ സമരക്കാർക്ക് എല്ലാ അവകാശവും ഉണ്ട്. അർത്ഥത്തിൽ തന്നെയാണ് അവർ പോകുന്നത്. ഏത് ജനകീയ വിഷയവും ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിൽ ചർച്ചാ വിഷയമാകും. അതിന് മറുപടി പറയാൻ ഭരണത്തിലിരിക്കുന്നവർ ബാധ്യസ്ഥരാണ്. ഈ സമരത്തോട് സമീപനം പറയാൻ മറ്റെല്ലാവരും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് എനിക്ക് ഒരു സംശയമില്ല, ആശാ സമരത്തിന്റെ പ്രവർത്തകർ അവിടെ പോകുന്നു. ഇതിനു മുമ്പ് കേരയിൽ സമരത്തിന്റെ പ്രവർത്തകർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത്, അതുപോലെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഒക്കെ തന്നെ കേരയിൽ പ്രവർത്തകർ അവിടെ പോയി പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളിനെതിരായി സമരം ചെയ്യുന്നതാണ്. LDF വന്നാൽ കേരയിൽ വരും, ഞങ്ങൾക്ക് കേരയിൽ വേണ്ട, അതുകൊണ്ട് LDF വരരുത് എന്ന് പറയാം. അത് എന്തോ ഒരു ബാധകമാണ് എന്ന രൂപത്തിലൊക്കെ പാർട്ടിക്കാർ കാണുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ജനങ്ങൾ ചെയ്യും, ജനങ്ങൾ തീരുമാനിക്കട്ടെ. അവരുടെ മുമ്പിൽ ചെല്ലട്ടെ. അവരുടെ വീട്ടിലും ആശാ വർക്കർമാരുണ്ട്, എത്താറുണ്ട്. ഒരുപക്ഷെ അവരുടെ വീട്ടിലും ആശാ വർക്കർമാരുണ്ടാവും. ആശാ വർക്കർമാർ ആരെങ്കിലും ഇപ്പം ഇതിന് കാശ് വേണ്ട എന്ന് പറയുന്നവരാരും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അവരുടെ ഉള്ളിലും സമരത്തിന് വന്ന ആളുകൾ കുറവാണെങ്കിൽ സമരത്തിന് വരാത്തവരുടെ ഉള്ളിലും ഉണ്ടാവും. പണ്ടും തൊഴിലാളി സമരം നടക്കുമ്പോൾ എല്ലാ തൊഴിലാളികളൊന്നും സമരത്തിന് വരില്ല. കുറച്ച് തൊഴിലാളികൾ ത്യാഗസന്നദ്ധരായി സമരത്തിന് പോയി അവകാശങ്ങൾ നേടിയ എല്ലാ തൊഴിലാളിക്കും കിട്ടുകയും ചെയ്യും. അതാണ് നമ്മുടെ നാട്ടിലൊരു രീതി. അതുകൊണ്ട് ഇവരുടെ സമരവും മുമ്പോട്ട് പോകും, അത് ശക്തമായി മുമ്പോട്ട് പോകും. ആ തെരഞ്ഞെടുപ്പിൽ അതൊരു വിഷയമാകും. അത് വിഷയമാക്കാൻ അവർ ശ്രമിക്കുന്നുവെങ്കിൽ അത് ജനാധിപത്യത്തിന്റെ രീതിയാണ്.